ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇത് എൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ ആയതിന് കുറച്ച് അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി വരുന്ന വീഡിയോയിലൊക്കെ നമുക്ക് പരിഹരിക്കാൻ നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് CPM2 ആണ്. CPM2 എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാർക്കും മനസ്സിലാവില്ല. കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 2 എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് CPM2 ആണ്. ഇതിലിപ്പോൾ എൻ്റെ കയ്യിലധികം ക്യാഷൊന്നുമില്ല, കോയിൻസൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത് കയറ്റിയിട്ടുള്ളൂ, അധികം കളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിന് രണ്ട് വെർഷനുണ്ട്, CPM1 ഉണ്ട്, CPM2 ഉണ്ട്. CPM1 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കുറച്ചുകൂടി ഗ്രാഫിക്സൊക്കെ കമ്മിയാവും. പിന്നെ 2 അത്യാവശ്യത്തിന് ഗ്രാഫിക്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ 1ഉം 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. പിന്നെ 1 പിന്നെ നമുക്ക് ഇതിൽ തന്നെ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ പറ്റും 2 ഗ്യാരേജൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൽ കുറേ റെസ്റ്റോറൻറ്റ്സ് വാങ്ങാൻ പറ്റും, ഹോട്ടൽസ് വാങ്ങാം. അതിലും 1 ഹോട്ടൽസ് വാങ്ങാൻ പറ്റും, പക്ഷേ 1 ഹോട്ടൽ മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. ഇതിലാവുമ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റേഷൻ വാങ്ങാൻ പറ്റും, റെസ്റ്റോറൻറ്റ് വാങ്ങാൻ പറ്റും. പിന്നെ ഇതിൽ അത്യാവശ്യം ഏകദേശം കുറച്ച് അധികം ഹോംസൊക്കെ ഇതിലുണ്ട്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നമുക്ക് ഇങ്ങനെ ഗ്യാരേജ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ റൈഡ് ടു കാർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്യാരേജിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഈ ഒരു വണ്ടി ഇങ്ങനെ ഓടിച്ച് കളിക്കാം. മറ്റൊരു ഗെയിമിൽ അങ്ങനെ ഉള്ള ഇതൊന്നുമില്ല. പിന്നെ മറ്റേ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വെഹിക്കിൾസ് ഉണ്ട്, ബസ്, ലോറി, അങ്ങനത്തെ കാര്യങ്ങളാണ്. അതൊക്കെ ബസ് എന്ന് വെച്ച് സാധാ നമ്മളെ നാട്ടിൽ കൂടെയുള്ള പ്രൈവറ്റ് ബസ്സുകളെ മാതിരി നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു കളിക്കാൻ പറ്റും. ട്രക്കാണെങ്കിലും സാധാ നമ്മളെ ഹെവി ട്രക്ക് മാതിരി നമുക്ക് ഓടിച്ച് കളിക്കാൻ പറ്റും. അപ്പോൾ ഈ 2 അങ്ങനെയൊന്നുമില്ല, 1 അതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ 1ഉം കളിക്കുന്നുണ്ട്. 1 ഞാൻ ഏകദേശം കയറ്റിയിട്ടൊരു 3-4 മാസം കഴിഞ്ഞു. 1 കോയിൻസ് ഉണ്ടാക്കണമെങ്കിൽ നല്ല ഹാർഡാണ്. ഇതിൽ നമുക്ക് കോയിൻസ് ഉണ്ടാക്കണമെങ്കിൽ അത്രയ്ക്ക് പണിയൊന്നുമില്ല. അപ്പോൾ ഇതിൽ നോട്ട് 5 സെറ്റ് അപ്പോൾ നമുക്ക് 150 കോയിൻസ് കയറും. മറ്റേതിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു 4 ടയറൊക്കെ ബേൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കയറുക ഒരു 25-50 ഒക്കെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വേഗം ക്യാഷും ഉണ്ടാക്കാം, കോയിൻസ് ഉണ്ടാക്കാം. അതിൽ ക്യാഷ് ഉണ്ടാക്കാൻ സിമ്പിളാണ് തോന്നുന്നു, കോയിൻസ് ഉണ്ടാക്കാൻ ഭയങ്കര ഹാർഡാണ്. പിന്നെ 2ലും പാടെ ഉള്ള ഫീച്ചറാണ് ഈ പാർക്കിങ്. പിന്നെ ഈ റേസ് മോഡ് നമ്മളുടെ 1 ഇത് 2 മാത്രമേ വരുന്നുള്ളൂ. കണ്ടോ, റേസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടോ, നമുക്ക് ഇഷ്ടമുള്ള മാപ്പ്. പിന്നെ സിംഗിൾ പ്ലെയറായി 2ലുണ്ട്, മൾട്ടിപ്ലെയർ 2ലുണ്ട്. പിന്നെ അതിനെക്കാട്ടിലും സ്ഥലങ്ങൾ ഉണ്ട് ഇതിൽ. റെഡ് റോക്ക് ഡെസേർട്ട്, പിന്നെ അങ്ങനത്തെ കുറേ നമ്മളെ ഇത് 2 കുറേ സ്പേസ് വരുന്നുണ്ട്. 1
ഏകദേശം ഒരു 4 ഹൗസ് ഉണ്ട്, പിന്നെ ഒരു 5-6 സ്ഥലങ്ങളും ഉണ്ട്. പിന്നെ ക്യാരക്ടർ അതൊക്കെ രണ്ടിലും സെയിമാണ്. പിന്നെ വെഹിക്കിൾസ് 1-ലാണ് കൂടുതൽ, ഒരു വട്ടം പറഞ്ഞു തോന്നുന്നു. പിന്നെ കാർ സെറ്റിങ്സ്, ട്യൂണിങ് അതൊക്കെ ഏകദേശം ഒരേമാതിരിയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൽ നമ്മൾക്ക് വണ്ടിക്ക് ഓയിൽ ചേഞ്ച് ഒക്കെ ചെയ്യാൻ പറ്റുന്നു. ഇവിടെ ഒരു നമ്മൾ കൊടുത്തില്ല, നമുക്ക് ഓയിൽ ചേഞ്ച് ഉണ്ടോ എനിക്കറിയില്ല ഗൈസ്. നമുക്ക് 10 തന്നെ ഇപ്പോൾ ഏകദേശം മെയിനായിട്ടുള്ള കുറച്ച് വ്യത്യാസം ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു വെച്ച് നമുക്ക് 2 തരം ഗ്യാരേജ് ഉണ്ട്. ഹൗസുകൾ കണ്ടു, 4 ഹൗസുകൾ, അതിലും ഹൗസുകൾ വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, എന്താ ഈ ക്യാഷ് ഉണ്ടാക്കാൻ എളുപ്പം ഇതിലാണ്. ഇനി ഞാൻ ജസ്റ്റ് ഈ വണ്ടി എടുത്തിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇങ്ങനെ വലിയ ഇതായിട്ടുള്ള കാര്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു റൈഡ് കാറിന് കൊടുത്തതിന് എത്ര ഓപ്ഷൻസ് ഇതിൽ കാണുള്ളൂ. ശരിക്ക് ഇതിലിപ്പോൾ ഓപ്ഷൻസ് അധികമായിട്ട് വന്നിട്ടില്ല. ഇനി നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നല്ലധികം ഓപ്ഷൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഷട്ടറിൻ്റെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ ഷട്ടർ തുറയും. പിന്നെ ഇവിടെ ചെന്നാൽ എന്താ ഫുൾ ബ്ലാക്കായിട്ട് ലോഡിങ് എന്ന് കാണിക്കും. ലോഡായി വരാൻ നെറ്റ് ഉണ്ടെങ്കിൽ വേഗം വരും. പിന്നെ വൈഫൈയിലാണ് കളിക്കുന്നത്. വൈഫൈ കുറച്ച് റേഞ്ച് ഇല്ല ഇങ്ങോട്ട് അധികം. അപ്പോൾ അത് വരുന്നവരെ കാത്തിരിക്കും. അപ്പോൾ ഗൈസ് ഇതാ നമ്മളുടെ ഗെയിം ഇവിടെ ഓണായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. എന്താ നമ്മൾക്ക് ഞാൻ ജസ്റ്റ് ഡാർക്ക് ബട്ടൺസ് നേരെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ ബട്ടൺസ് കാണാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗിയർ ഉണ്ട്, ഹോൺ, ഹാൻഡ് ബ്രേക്ക്, ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ ഇവിടെ ക്യാമറ സെറ്റിങ്സ്. നമുക്കാണെങ്കിൽ സെറ്റിങ്സ് പോയി ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഇയറോ കണ്ട നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാൻ പറ്റും. പിന്നെ സൈസ് കൂട്ടാം കുറക്കാം, അങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. അത് മറ്റേ 1-ലും ഉണ്ട്. പിന്നെ 1-ൽ ഈ ഒരു ഓപ്ഷനില്ല. ഇതിലിപ്പോൾ നമ്മൾ പ്ലെയർ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ലൊക്കേഷൻ, പിന്നെ ടൈം ട്രാക്ക് അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് ഇത് ഇങ്ങനെ. പിന്നെ അവിടെ വെഹിക്കിൾസ് കാണില്ല, കാറുകൾ, പിന്നെ പർച്ചേസ്ഡ് ഗ്യാരേജ്, നമ്മൾ വാങ്ങാനുള്ള ഗ്യാരേജ്, പിന്നെ യുവർ ഗ്യാരേജ്, അതായത് നമ്മൾ വാങ്ങിയിട്ടുള്ള ഗ്യാരേജ്, യുവർ ഹൗസ്, അങ്ങനത്തെ കുറേ ഒക്കെ ഉണ്ടാവും. ഫയർ സ്റ്റേഷൻ, ഹോസ്പിറ്റൽ. മറ്റൊരിതിൽ 1-ൽ ഇങ്ങനത്തെ ഒരു കാര്യമില്ല ഗൈസ്. അതാണ് മെയിനായിട്ടുള്ളൊരു വ്യത്യാസം. ഇത് ഈ ഒരു സംഭവം വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ 2-ലും ഇങ്ങനെ ആക്സിലേറ്ററുണ്ട്, ആനുവൽ ആക്കാൻ പറ്റും. പിന്നെ ഇതിൽ ആ ഒരു ഫീച്ചർ ചില വണ്ടികൾക്കേ ഉള്ളൂ. ചില വണ്ടികൾ മാനുവലായിട്ടുണ്ടാവും. ഈ ഒരു വണ്ടിയൊക്കെ ഓട്ടോമാറ്റിക്കാണ്. ഈ ഒരു വണ്ടിയിൽ നമ്മൾ ഈ കാറിൻ്റെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് ഓട്ടോമാറ്റിക് എന്നുള്ളൊരു സംഭവം വേറെ. ഈ ഒരു വണ്ടിയൊക്കെ ഓട്ടോമാറ്റിക്കാണ്, ഫുൾ ഓട്ടോമാറ്റിക്. പിന്നെ വണ്ടിക്ക് നല്ല ഇടിച്ച് കഴിഞ്ഞാലൊക്കെ വണ്ടിക്ക് നല്ല പരിക്ക് പറ്റും. പിന്നെ നമ്മൾക്ക് വേണമെങ്കിൽ തിരിച്ച് ഗ്യാരേജിൻ്റെ ഉള്ളിൽ തന്നെ കയറാനും പറ്റും കേട്ടോ ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഇതിൽ അത്യാവശ്യം ക്ലിയർ ഉണ്ട്. ഇതിലിപ്പോൾ ഞാൻ ഗ്രാഫിക്സ് ഒന്നും ചേഞ്ച് ആക്കിയിട്ടില്ല. എന്താ ഗെയിം കയറ്റിയപ്പോഴുള്ളൊരു ഗ്രാഫിക്സ് ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാക്കാം. ജസ്റ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാം. ഇനി കയറിക്കാൻ നമ്മൾ ഈ ബട്ടൺസ് ഒന്നും പോവില്ല.
ഇനി നമുക്ക് സാധാ മാതിരി ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ബാക്കിലോട്ടും പോകില്ല. നമുക്ക് സെറ്റിങ്സ് എടുത്തിട്ട് ബാക്ക് ടു മെനു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഗാരേജിലോട്ട് വരുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും പീസ്.